പി രാജീവ് നിയമമന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. ശബരിമല വിഷയത്തിലടക്കം അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകുമെന്ന് നമുക്ക് കരുതാം. അല്ല, അതിന് സമയമുണ്ടല്ലോ. യഥാർത്ഥത്തിൽ ഇന്നലെ തന്നെ ഞാൻ വ്യക്തമാക്കി, ഇത് റിവ്യൂ ഹർജി കേൾക്കുന്ന ഘട്ടത്തിൽ തന്നെ വിശാലമായ ഭരണഘടനാ ബെഞ്ച് കേൾക്കണമെന്ന് തീരുമാനിച്ചു. റിവ്യൂവിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കണമെങ്കിൽ ഭരണഘടനാപരമായി തന്നെ വ്യാഖ്യാനിക്കേണ്ട 7 പ്രശ്നങ്ങൾ അന്ന് സുപ്രീം കോടതി ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യം ആ ഭാഗത്തായിരിക്കും വാദമുഖങ്ങൾ വരിക. വിശ്വാസത്തിന്റെ മൌലികാവകാശവും തുല്യതയുടെ മൌലികാവകാശവും എങ്ങനെ വ്യാഖ്യാനിക്കാം, അതേപോലെ തന്നെ 25ഉം 26ഉം തമ്മിലുള്ള ഇന്റർപ്രിട്ടേഷൻസ് ആണ് പ്രധാനം. പിന്നെ PLIകൾക്ക് ഈ പൊതു താൽപര്യ ഹർജികൾക്ക് ഇത്തരം കാര്യങ്ങൾ പ്രസക്തിയുണ്ടോ, ഇതിന്റെ ജൂറിസ്ഡിക്ഷൻ ഏതിനാണ്, ഇങ്ങനെ 7 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്താണ്. പെട്ടെന്ന് ഇന്നലെ ചോദിച്ചപ്പോഴും നിങ്ങളെല്ലാവരും മറന്നുപോയെന്നേ ഉള്ളൂ. അല്ലാതെ ഇന്ന് നേരെ ഇതിനകത്ത് യെസ് ഓർ നോ, ഇതിൽ ഗവൺമെന്റ് അഭിപ്രായം എന്നല്ല വരാൻ പോണത്. അപ്പൊ അത് വളരെ സങ്കീർണമായ ഭരണഘടനാ പ്രശ്നങ്ങളാണ് കോടതി പരിശോധിക്കാൻ പോകുന്നത്. അപ്പൊ അത് നല്ല അവധാനതയോടുകൂടി തന്നെ പരിശോധിച്ച് ചർച്ച ചെയ്ത് ഒരു നിലപാട് രൂപപ്പെടുത്തേണ്ടതുണ്ട്. അതെങ്ങനെയാണ് രൂപപ്പെടുത്തേണ്ടത്, ആരൊക്കെ ചർച്ച ചെയ്യണം, എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യം ഗവൺമെന്റ് ആലോചിച്ച് തീരുമാനിക്കും. സമയമുണ്ടല്ലോ. ആ ഭാഗമാണ് ആദ്യം ചർച്ച ചെയ്യാൻ പോകുന്നത്. ഭരണഘടനയുടെ ഇങ്ങനെ ശ്രദ്ധയിലുണ്ടാവും 7 ഭാഗങ്ങളാണെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ ഭാഗം എടുത്തപ്പോൾ അവര് തന്നെയാണ് ഇതിന്റെ റെഫർ ചെയ്യാൻ തീരുമാനം. ദ ഫോളോയിങ് ഇഷ്യൂസ് വെർ ഫ്രെയിംഡ് ഫോർ കൺസിഡറേഷൻ ടു ബി ഡിസൈഡ് ബൈ എ ലാർജർ ബെഞ്ച്. ഒന്ന്, റിഗാർഡിംഗ് ദ ഇന്റർപ്ലേ ബിറ്റ്വീൻ ദ ഫ്രീഡം ഓഫ് റിലീജിയൻ. ആർട്ടിക്കിൾ 25 പറയുന്ന ഫ്രീഡം, 25-26 പറയുന്ന ഫ്രീഡം ഓഫ് മതവിശ്വാസത്തിന്റെ സ്വാതന്ത്ര്യവും അതർ പ്രൊവിഷൻസ് ഇൻ പാർട്ട് 3, പർട്ടിക്കുലർ ആർട്ടിക്കിൾ 14. മറ്റ് മൌലികാവകാശങ്ങൾ പ്രത്യേകിച്ച് 14ാം ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 പറയും തമ്മിൽ എങ്ങനെ നിൽക്കുന്നു, ഇതിവിടെ അപ്ലിക്കബിൾ ആണോ. വാട്ട് ഈസ് ദ സ്വീപ്പ് ഓഫ് എക്സ്പ്രഷൻ ഓഫ് പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത് occurring in Article 25(1) of the Constitution. 25(1) പറയുന്ന പബ്ലിക് ഓർഡർ, മൊറാലിറ്റി ആൻഡ് ഹെൽത്ത്, ഇത് വേണ്ട സ്പെസിഫിക് ആയി ഡിഫൈൻ ചെയ്യാത്ത ഭാഗങ്ങളാണ്. അത് എങ്ങനെയായിരിക്കും? ദ എക്സ്പ്രഷൻ ഓഫ് മൊറാലിറ്റി, ഈ വിധി വന്നപ്പോഴാണ് കോൺസ്റ്റിറ്റ്യൂഷൻ മൊറാലിറ്റി, ഭരണഘടന ധാർമ്മികത നമ്മൾ ചർച്ച ചെയ്യാൻ പോയത്. പക്ഷെ അത് കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻ ചെയ്തിട്ടില്ല. അപ്പൊ അത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? The extent to which the court can inquire into the issues of a particular practice is an integral part of the religion or religious practice of a particular religious denomination, or should that be left exclusively to be determined by the head of the sections of the religious group? കോടതിക്ക് ഈ വിശ്വാസവും ആചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എത്ര ഇടപെടാൻ കഴിയും? അതേപോലെ തന്നെ അതല്ല, ഒരു കോടതിയുടെ ഇടപെടലല്ല, ആ മതവിഭാഗത്തിന്റെ തലവന്മാർക്കാണോ അതിനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യമുള്ളത്? വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ എക്സ്പ്രഷൻ സെക്ഷൻസ് ഓഫ് ഹിന്ദുസ്? അതാണ് ആ വിധിയിൽ ആദ്യം ഭാഗം പറയുന്നത്. 25(2)(b) അതിന്റെ അർത്ഥം എന്താണ്? വെദർ ദ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസസ് ഓഫ് എ റിലീജിയസ് ഡിനോമിനേഷൻ ഓർ ഈവൻ എ സെക്ഷൻ thereof are afforded constitutional protection under Article 26. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 26 പറയുന്ന എസെൻഷ്യൽ അനിവാര്യ, ഒരു മതവിഭാഗത്തെ കോൺസ്റ്റിറ്റ്യൂട്ട്, വിശ്വാസ സമൂഹത്തെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനുള്ള അനിവാര്യമായിട്ടുള്ള ആചാരങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ ഭരണഘടന വ്യക്തമാക്കുന്നത്. വാട്ട് വുഡ് ബി ദ പെർമിസിബിൾ എക്സ്റ്റെന്റ് ഓഫ് ജുഡീഷ്യൽ റെക്കഗ്നേഷൻ ടു PLIs? ഈ കോടതിക്ക് എത്രമാത്രം ഇത്തരം PLIയിൽ ഇടപെടാം? ഇൻ മാറ്റേഴ്സ് കോളിംഗ് ഇൻ ടു ക്വസ്റ്റ്യൻ religious practices of a denomination or a section thereof at the instance of a person who do not belong to such religious denomination. ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ ആചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അങ്ങനെയുള്ള ആളുകളുടെ അല്ലാത്ത പൊതു താൽപര്യ ഹർജികളിൽ കോടതിക്ക് എങ്ങനെ ഇടപെടാം? ഇതാണ് 7 ചോദ്യങ്ങൾ അന്ന്. ദ റിവ്യൂ പെറ്റീഷൻ വെർ അഡ്ജേൺഡ് ടിൽ ദ ഡിറ്റർമിനേഷൻ ഓഫ് ദ ക്വസ്റ്റ്യൻസ് ബൈ എ ലാർജർ ബെഞ്ച്. അപ്പൊ റിവ്യൂ പെറ്റീഷൻ തന്നെ എത്തണമെങ്കിൽ ഈ 7 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള നിലപാട്, വാദങ്ങൾ കേട്ട് സുപ്രീം കോടതി വ്യക്തമാക്കേണ്ടതുണ്ട്. അല്ല, അത് ഒരു ചോദ്യത്തിൽ ഞാൻ വായിച്ചതിൽ ഏതാ അത് പറഞ്ഞേ? നിങ്ങള് ഞങ്ങളുടെ അന്നത്തെ അഫിഡാവിറ്റ് ശ്രദ്ധിച്ചിട്ടുണ്ട്, 4ാമത്തെ പാരഗ്രാഫ്.
അല്ല അത് അജിത പറഞ്ഞതും പറഞ്ഞ അല്ല ഞാൻ പറഞ്ഞ അന്നത്തെ ഞങ്ങളുടെ അഫിഡാവിറ്റ് അന്ന് പഴയ അഫിഡാവിറ്റിൽ തന്നെ 4ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് ഏതാ കോടതി വിധിയല്ല, ഇതൊരു ആചാരവും ദീർഘകാലമായി തുടർന്നു വരുന്ന കാര്യങ്ങളായതുകൊണ്ട് ഹിന്ദു മത ആചാരങ്ങളായി ബന്ധപ്പെട്ട ആഴത്തിൽ പാണ്ഡിത്യമുള്ള ആളുകളും കറപ്റ്റ് അല്ലാത്ത സാമൂഹ്യ പരിഷ്കർത്താക്കളും ചേരുന്ന ഒരു കമ്മീഷനെ കോടതി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അവരുടെ അഭിപ്രായത്തിനാണ് പരിഗണന കൊടുക്കേണ്ടതെന്നാണ് അന്ന് ഞങ്ങൾ പറഞ്ഞത്. പക്ഷെ കോടതി അതെല്ലാം എടുത്തത്. അങ്ങനെ കമ്മീഷനെ സുപ്രീം കോടതി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലല്ലോ. അല്ല അത് ആ ചോദ്യത്തിനുള്ള ഉത്തരമല്ല ഞാൻ പറഞ്ഞേ. നാം കാണേണ്ടത് യുവതീ പ്രവേശനത്തിനൊപ്പം അല്ല, സുപ്രീം കോടതിയുടെ വിധി വന്നു, സ്വാഭാവികമായിട്ടും ബൈൻഡിംഗ് ആണ്. അതേ സുപ്രീം കോടതി തന്നെ റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചു. ആ റിവ്യൂ ചെയ്യുമ്പോൾ ഇപ്പൊ സ്റ്റേ ഇല്ല. ആദ്യത്തെ വിധി സ്റ്റേ ചെയ്തിട്ടുള്ള റിവ്യൂ ഈ ചോദ്യങ്ങൾ അപ്പോഴിപ്പോൾ വേണമെങ്കിൽ ആ വിധി ഓർഡറാണെന്ന് പറയാമല്ലോ. പക്ഷെ അങ്ങനെ കാരണം സ്വാഭാവികമായിട്ട് സുപ്രീം കോടതി റിവ്യൂ ചെയ്യാണ്. ആ റിവ്യൂ ചെയ്യുമ്പോൾ അവർ തന്നെ പറഞ്ഞു ആദ്യം ഈ 7 അടിസ്ഥാന പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിട്ടേ ഇതിലേക്ക് വരുള്ളൂ. അപ്പൊ നമ്മളോട് ഈ 7 പ്രശ്നങ്ങളിൽ കോടതി എന്തൊക്കെയാണോ ആവശ്യപ്പെട്ടിട്ടുള്ളത് ആ കുറെ കൂടി സങ്കീർണമാണല്ലോ. ഇതൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യമല്ലല്ലോ, 1 മിനിറ്റ് കൊണ്ട് പരിഹാരം കാണാവുന്ന ഒരു സംഗതി അല്ലല്ലോ ഇത്. ഇതൊരു സങ്കീർണമായ ഭരണഘടനാ പ്രശ്നങ്ങളാണ്. സുപ്രീം കോടതി തന്നെ 9 അംഗ ബെഞ്ച് എന്ന് പറഞ്ഞാൽ വളരെ അസാധാരണമായിട്ടല്ലേ 9 അംഗ ബെഞ്ച് വരിക, ഭരണഘടനാപര പ്രശ്നങ്ങളുടെ പരിശോധിക്കുക. നമ്മളപ്പോ അതിനകത്ത് എല്ലാ വശവും നോക്കും. ഞാൻ പറഞ്ഞു ഞങ്ങൾ തന്നെ നേരത്തെ കൊടുത്ത സ്റ്റാൻഡ് അംഗീകരിച്ചിരുന്നില്ല. ഞങ്ങളെടുത്ത സ്റ്റാൻഡ് എന്തായിരുന്നു? നിങ്ങളത് പറയാത്തോണ്ടാണ്. അല്ല അത് സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ്. ഇപ്പൊ ഏഷ്യാനെറ്റ് ഇന്ന് സംപ്രേഷണം ചെയ്യണ്ട എന്ന് സുപ്രീം കോടതി വിധിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളൊരു സ്റ്റാൻഡ് നേരത്തെ എടുത്തെന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അല്ല അതല്ല ഇപ്പൊ റിവ്യൂ ചെയ്യുന്ന കോടതി. അല്ല വിധി എങ്ങനെ വന്നു? സർക്കാർ പിന്തുണച്ചുകൊണ്ടാണ് വിധി വന്നേ. ആ അഫിഡാവിറ്റിൽ ഒരു പോയിന്റ് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അല്ല ഇപ്പൊ ഇന്ന് സുപ്രീം കോടതിയിൽ നമ്മുടെ ഒരു വക്കീലിനല്ലേ ചുമതലപ്പെടുത്തിയേക്കണേ. ഇപ്പൊ സുപ്രീം കോടതി റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചാൽ പിന്നെ അത് ശരിയാണോ തെറ്റാണോ നമ്മളിപ്പോ പറയേണ്ട കാര്യം എന്താ? അല്ല ഇപ്പൊ സുപ്രീം കോടതി റിവ്യൂ അല്ല, നിങ്ങൾക്ക് മനസ്സിലായില്ല ഈ വിധിയിൽ. അല്ല അങ്ങനെ കോടതി ഞങ്ങളോട് പറയാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ കാണേണ്ടത് ഈ ഞാൻ പറയട്ടെ, സുപ്രീം കോടതിയിൽ സർക്കാർ കൊടുത്ത അഫിഡാവിറ്റിൽ ഒരു ഭാഗത്ത് വളരെ കൃത്യമായി പറഞ്ഞിരുന്നു ഇത് ദീർഘകാലമായി നിലനിൽക്കുന്ന ആചാരത്തിന്റെ ഭാഗമായതുകൊണ്ട് ഹിന്ദുസത്തിൽ നല്ല ആഴത്തിൽ പാണ്ഡിത്യമുള്ള ആളുകളും അൺകറപ്റ്റഡ് ആയിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താക്കളും ചേരുന്ന ഒരു കമ്മീഷൻ നിയോഗിച്ച് ഇത്തരം കാര്യങ്ങളിൽ അവരുടെ അഭിപ്രായത്തിനാണ് പരിഗണന കൊടുക്കേണ്ടത് എന്ന് ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു. സുപ്രീം കോടതിയുടെ നിലപാടതല്ല. സുപ്രീം കോടതി അമിക്കസ് ക്യൂറിമാരെ വെച്ചു, അവർ വിധിയിലേക്ക് എത്തി. ഞാൻ മുഴുപ്പിക്കട്ടെ, ആ വിധി വന്നു. ആ വിധി വീണ്ടും സുപ്രീം കോടതിയുടെ തന്നെ ബെഞ്ച് പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചു. അപ്പൊ പിന്നെ നമ്മുടെ മുൻപിൽ ഇപ്പൊ എന്താ? പുനഃപരിശോധനയാണ്.